ഒരു കെട്ടിടം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും അതിൻ്റെ പുറത്തെ മതിൽ ചുവര് നിലനിർത്തിയിട്ട് അകത്ത് കെട്ടുകയായിരുന്നു. ഒരു TC നമ്പർ വെച്ചിട്ട് 2 നിലയ്ക്കാണ് പെർമിഷൻ, 4 നിലയാണ് കിട്ടിയിരിക്കുന്നത്. അത് വളരെ നേരത്തെ ഉള്ള ഈ ഭരണസമിതി വരുമ്പോഴുള്ള കലാപരിപാടിയാണ്. ഒന്ന് വരുമോ, ഒരു കാര്യം ചോദിക്കും. വരില്ല ഇവിടെ എങ്ങനെ ആ വീട്ടിൽ കയറുന്ന എങ്ങനെ? ഇപ്പോൾ 1 മണിക്കൂർ ഒരു കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയപ്പോൾ തന്നെ 5 സ്ഥലത്തെ വിവരങ്ങളാണ് ലഭ്യമായത്. ഇടനിലക്കാർ മേയറെ വിളിച്ചിട്ടില്ല, അവർ ചിലപ്പോൾ ഉദ്യോഗസ്ഥരെ അങ്ങനെ വിളിച്ചതാണ്. പക്ഷെ ആരെ വിളിച്ചിട്ടും കാര്യമില്ല. അതൊക്കെ പാറപ്പുറത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ഇന്നലെ ബോധ്യപ്പെട്ടാണ് ആരെ വിളിച്ചിട്ടും കാര്യമില്ല. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് ശക്തമായ നിയമ നടപടികൾ നിലവിലിപ്പോൾ സ്വീകരിച്ച് വരികയാണ്. ഇക്കഴിഞ്ഞ ദിവസം പുളിമൂട് ജംഗ്ഷനിലും അതുകൂടാതെ മുട്ടട ജംഗ്ഷനിലുമെല്ലാം തന്നെ അനധികൃതമായി കെട്ടിപ്പൊക്കിയ ഹോട്ടലുകൾക്കെതിരെ ഉൾപ്പെടെ ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമാനമായ രീതിയിൽ പുളിമൂടുള്ള മറ്റൊരു ബിൽഡിങ്ങിനെതിരെയും നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് നഗരസഭ. അതായത് ഇവിടെ അനധികൃതമായി നടന്നിരിക്കുന്നത് ഒരു TC നമ്പർ ഉപയോഗിച്ച് 2 നില ബിൽഡിംഗ് ആണ് പണിയുവാൻ സാധിക്കുക. എന്നാൽ ഇവിടെ 4 നിലയാണ് ഒരു TC നമ്പർ ഉപയോഗിച്ച് പണിതിരിക്കുന്നത്. അതായത് ഇക്കഴിഞ്ഞ ഭരണസമിതി, അതായത് മേയർ ആര്യ രാജേന്ദ്രൻ മേയർ ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അനധികൃത നിർമ്മാണം നടന്നിരിക്കുന്നത് എന്നതാണ് നമുക്ക് നിലവിലിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 4 നില ബിൽഡിംഗ് നിയമവിരുദ്ധമായി കെട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ അനധികൃതമായ നിർമ്മാണം നടന്നിരിക്കുന്നത്. ഇതിനെതിരെ മേയർ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ്. ഇതിൻ്റെ ഉടമയടക്കം നിലവിലിപ്പോൾ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മേയർ VV രാജേഷ് പുളിമൂടുള്ള ഈ ഒരു ബിൽഡിങ്ങിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്, പരിശോധനയ്ക്കായി എത്തിയിരിക്കുകയാണ്. ഒന്ന് വരുമോ, ഒരു കാര്യം ചോദിക്കും. വരില്ല ഇവിടെ എങ്ങനെ ആ വീട്ടിൽ കയറുന്ന എങ്ങനെ? അത് കൊള്ളാം. സിനിമയിലെ കാണുമ്പോൾ അവരവിടെ ഓണർ നമ്പർ ആ കടയില്ലേ ഓണർ നമ്പർ ഇന്നലെ 5 പരിശോധന നടത്തിയത്. നമ്മുടെ പുളിമൂട് ഗാന്ധാരിയമ്മൻ കോവിൽ ഭാഗത്ത് 3 ഒരു കെട്ടിടം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും അതിൻ്റെ പുറത്തെ മതിൽ ചുവര് നിലനിർത്തിയിട്ട് അകത്ത് കെട്ടുകയായിരുന്നു. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും തൊട്ടടുത്തൊന്ന് പെർമിഷൻ ഇല്ലാതെ ആൾട്ടർ ചെയ്യുകയായിരുന്നു. മറ്റൊന്ന് ഗാന്ധാരിയമ്മൻ കോവിൽ മാധ്യമം പത്രത്തിൻ്റെ ഓഫീസിൻ്റെ റോഡിൻ്റെ ഭാഗത്ത് ഒരു TC നമ്പർ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാൻ പറ്റിയിട്ടില്ല, ലഭ്യമായ വിവരം വെച്ചാണ് മറുപടി പറയുന്നത്. ഒരു TC നമ്പർ വെച്ചിട്ട് 2 നിലയ്ക്കാണ് പെർമിഷൻ, 4 നിലയാണ് കിട്ടിയിരിക്കുന്നത്. അത് വളരെ നേരത്തെ ഉള്ള ഈ ഭരണസമിതി വരുമ്പോഴുള്ള കലാപരിപാടിയാണ്. ഇന്നലെയാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൻ്റെ അടുത്ത ഘട്ടം കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ അവിടെ ഓപ്പൺ ചെയ്ത് കയറാൻ സാധിച്ചില്ല. സ്ത്രീ ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാൻ സാധിച്ചില്ല. അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ലഭ്യമായ അത് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഒരു ലേഡി ഇവിടെ വന്നിട്ട് പറഞ്ഞത് അതിൻ്റെ ഉടമസ്ഥൻ ഈ വന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് 12 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഹോസ്റ്റൽ നടത്താൻ വേണ്ടി അവരോട് പറഞ്ഞു, നടത്തിക്കോളാൻ പറഞ്ഞു. ഹോസ്റ്റൽ നടത്താൻ വേണ്ടി അവർ ചെന്നപ്പോഴേക്കും താക്കോൽ കൊടുത്തില്ല. അപ്പോഴാണ് വേറൊരാൾ വന്ന് പറഞ്ഞു വന്ന് അവരുടെ കയ്യിൽ നിന്ന് ഹോസ്റ്റൽ നടത്താൻ വന്ന് 15 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്.
അങ്ങനെയുള്ള എന്തൊക്കെ ഒരു കെട്ടിടത്തിന് എന്താ കാണിച്ചിട്ട് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്, നിരവധി പേരുടെ നിന്ന് പണം വാങ്ങിയതായിട്ടുള്ള പരാതികൾ വരുന്നുണ്ട്. അത് പിന്നെ പോലീസാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും ഞങ്ങൾ നിർമ്മാണത്തിലുള്ള അപാകതകളെക്കുറിച്ചാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. പിന്നെ മുട്ടട ഭാഗത്തൊരെണ്ണം, കുറവുകുണം ഭാഗത്തൊരെണ്ണം, ഇത് 2 ഹോട്ടലുകളാണ്. അപ്പോൾ ഒരു മണിക്കൂർ ഒരു കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയപ്പോൾ തന്നെ 5 സ്ഥലത്തെ വിവരങ്ങളാണ് ലഭ്യമായത്. ഇനിയും നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തന്നെ ഞങ്ങൾ പരിശോധിക്കും. കർശനമായ നടപടി, ഒരു വീഴ്ചയും വിട്ടുവീഴ്ച നടപടികൾ സ്വീകരിക്കും. എല്ലാ ടൈപ്പ് ആൾക്കാരും കോൾ ഇന്നലെ വന്നിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള കോള് വന്നിട്ടുണ്ട്. ഉണ്ട്, അവർ വിളിച്ചിട്ടില്ല. ഇടനിലക്കാർ മേയറെ വിളിച്ചിട്ടില്ല. അവർ ചിലപ്പോൾ ഉദ്യോഗസ്ഥരെ ഞാൻ വിളിച്ചതാണ്. പക്ഷെ ആരെ വിളിച്ചിട്ടും കാര്യമില്ല. അതൊക്കെ പാറപ്പുറത്ത് വെള്ളം ഒഴിക്കുമ്പോഴേ ഇന്നലെ ബോധ്യപ്പെട്ട് കാണും ആരെ വിളിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ടാണല്ലോ ഒരു നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞത്. പ്രവർത്തിക്കാത്ത ചില ഉദ്യോഗസ്ഥർ, സ്ക്വാഡ് ടോട്ടലി അല്ല, സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട്. സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ടാണല്ലോ പൗൾട്രി ഫാം വേസ്റ്റ് കൊണ്ടുപോയ വാഹനം പിടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തത്. ചില ജീവനക്കാരുടെ ഭാഗത്ത് ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്, നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കിയത്. ഒരു TC നമ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് 4 നില ബിൽഡിംഗ് കെട്ടിപ്പൊക്കാൻ സാധിക്കുക എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു ബിൽഡിങ്ങിന് മുൻപിൽ മേയർ VV രാജേഷും സംഘവും എത്തിയപ്പോൾ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഗേറ്റും നമുക്ക് കാണുവാൻ സാധിച്ചു. ആ ഗേറ്റിന് മുൻപിലായി പൂട്ട് എന്നാൽ മേയർ VV രാജേഷ് വന്നതോടുകൂടി ഉള്ളിൽ നിന്നും വീണ്ടും ഒരു പൂട്ട് ഇടുകയായിരുന്നു. ഇതിനെ തുടർന്ന് അവർ ഒരക്ഷരം പോലും മേയർ VV രാജേഷുമായോ അതുകൂടാതെ നഗരസഭയുടെ മറ്റു ഉദ്യോഗസ്ഥരുമായോ ഉൾപ്പെടെ സംസാരിക്കാനൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഒടുവിൽ മേയർ VV രാജേഷ് വ്യക്തമാക്കുന്നത് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഉടമയെ നിലവിൽ ഇപ്പോൾ വിളിച്ചു വരുത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. അവർ വരുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യം കൂടിയാണ്. അതുകൂടാതെ മേയർ നമ്മളോട് വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെയും കൃത്യവും ശക്തവുമായ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.